السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഇന്നിവിടെ ചർച്ചക്കുള്ളതായ വിഷയം പ്രപഞ്ചം അനാദിയാണോ എന്ന വിഷയത്തെ പറ്റിയാണ്. നാം ആദ്യം തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി നാം ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി? നാം ആകെ കൂടി ഒന്ന് പരമാവധി ചുരുക്കി പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെ 4 രൂപത്തിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പറയുന്ന വാദങ്ങളായിട്ട് 4 രൂപത്തിലായിട്ടുണ്ട്. ഒന്ന്, പ്രപഞ്ചം സ്വന്തം തന്നെ സൃഷ്ടിച്ചതാണ് എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത്, ബാഹ്യമായ ഒരു കാരണവുമില്ലാതെ പ്രപഞ്ചം ഉണ്ടായി എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നമ്മളിന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുന്നതായ ഈ ലോകം ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമായിട്ടുള്ളതായ കാര്യങ്ങൾ കൊണ്ടുണ്ടായതാണ് എന്നതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഈ പ്രപഞ്ചത്തിന്റെ ബാഹ്യമായ നെസസറി ബീയിങ് ആയ കാരണമാണ് ഈ പ്രപഞ്ചമുണ്ടാവാനുള്ള കാരണം എന്നതാണ് നാലാമത്തെ കാര്യം. ഇതാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നതും. ഇതിനെ നമുക്കൊന്ന് വിശദീകരിച്ചു നോക്കാം. ആദ്യം പറഞ്ഞത് പ്രപഞ്ചം സ്വന്തം തന്നെ സൃഷ്ടിച്ചത് എന്നതാണ് പറയുന്നത്. ഇത് എത്രത്തോളം വിഡ്ഢിത്തമാണ് എന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളോട് ചോദിച്ചാൽ നീ എങ്ങനെ ഉണ്ടായി എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണോ അത്രത്തോളം വിഡ്ഢിത്തമാണ് ഈ പറയുന്ന കാരണവും. രണ്ടാമത്തെ കാരണം പറഞ്ഞത് ബാഹ്യമായ ഒരു കാരണവുമില്ലാതെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നതാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചം ഉണ്ടായി, അതിനു മുമ്പ് ഒരു കാരണവുമില്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താ? നത്തിങ്നെസ് ആയിരുന്നു, പരിപൂർണമായ ശൂന്യതയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഈ ശൂന്യത എന്ന് പറയുന്നത് എന്താണ്? ടൈമോ അല്ലെങ്കിൽ സ്പേസോ മാറ്ററോ ഒന്നുമില്ലാത്ത ഒന്നിനെയാണ് ശൂന്യത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ലാത്ത അതിൽ നിന്നാണ് ഇതുണ്ടായത് എന്ന് പറയുന്നതും ഒരു വിഡ്ഢിത്തം തന്നെയാണ്. മൂന്നാമത്തെ കാരണം പറഞ്ഞത് ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമായിട്ടുള്ളതായ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നതാണ്. അതായത് ഈ ഫിസിക്കലായ മറ്റൊരു കാരണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ മറു ചോദ്യം വരും. അതായത് ഈ വേൾഡിന്റെ, നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ആ കാരണം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം വരും. അങ്ങനെ പറയുകയാണെങ്കിൽ ആ മെറ്റീരിയലായ കാരണം ഉണ്ടായത് മറ്റൊരു കാരണം കൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ ആ മറ്റേ കാരണം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം ഇവിടെ വരും. അപ്പോൾ ദൗറായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. അറ്റമില്ലാത്ത ഒരു അവസാനമില്ലാത്ത രൂപത്തിൽ ചോദ്യമായി വരും. നാലാമത് പറഞ്ഞ കാരണം ഈ പ്രപഞ്ചത്തിന്റെ ബാഹ്യമായ നെസസറി ബീയിങ് ആയ ഒരു കാരണമാണ് ഈ ലോകമുണ്ടാവാൻ കാരണം എന്നതാണ് നാലാമതായി പറഞ്ഞ കാരണം. ഇതാണ് നമ്മൾ വിശ്വസിച്ചു പോരുന്നതും. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും അതിനൊരു കാരണമുണ്ടാവും. ഇത് എല്ലാവരും അംഗീകരിച്ചു പോരുന്നതായ ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഈ നമ്മൾ കാണുന്നതായ ഈ യൂണിവേഴ്സിന് ഒരു തുടക്കമുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തുടക്കമുണ്ടാവണമെങ്കിൽ, ഈ പ്രപഞ്ചത്തിനേക്ക് തുടക്കമുണ്ടാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാവണം. ശക്തിയില്ലാതെ അതുണ്ടാവുകയില്ലല്ലോ. എങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നാം പറഞ്ഞു, നാലാമത് പറഞ്ഞ കാരണം നെസസറി ബീയിങ് ആയ ഒരു കാരണം കൊണ്ടാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്നതാണ്. അപ്പോൾ നെസസറി ബീയിങ് എന്ന് പറഞ്ഞാൽ വാജിബുൽ വുജൂദ് എന്നാണ് അർത്ഥം. ഈ വാജിബുൽ വുജൂദായ വാജിബുൽ വുജൂബല്ലാത്ത ബാക്കിയെല്ലാം ഭൗതികമാണെന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറ്റൊക്കെ ഭൗതികമാണെന്ന് പറയുമ്പോൾ അത് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതായി വരും. ഈ ആശ്രയം എന്ന് പറയുന്നത് ഏകദേശം 4 രൂപത്തിലുണ്ട്. ഒന്ന്, ഉൽപ്പത്തിപരമായ ആശ്രയം. അതായത് എല്ലാത്തിനും ഉൽപ്പത്തി ഉണ്ടാകും. ആ ഉൽപ്പത്തി എന്ന് പറയുന്നത് മറ്റൊന്നിനെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഈ ജനനം എന്നുള്ളത് നമ്മുടെ മാതാവിലേക്ക് ആശ്രയിക്കുന്നു. നമ്മുടെ മാതാവിൽ നിന്നാണല്ലോ നമ്മൾ വന്നത്. അതാണ് ഒന്നാമത് പറഞ്ഞത്, ഉൽപ്പത്തിപരമായ ആശ്രയം എന്നുള്ളത്. രണ്ടാമത്തേത് ഫിസിക്കലായ ആശ്രയം. അതായത് ഏതൊരു വസ്തുവും നിലനിൽക്കണമെങ്കിൽ അത് മറ്റൊന്നിനെ
ഏതൊരു വസ്തുവും നിലനിൽക്കണം, ഭൗതികപരമായ ഏതൊരു വസ്തുവും നിലനിൽക്കണമെങ്കിൽ ഭൗതികപരമായ തന്നെ മറ്റൊരു കാരണത്തെ ആശ്രയിക്കണം. ഇതാണ് രണ്ടാമത്തെ ആശ്രയം. ഉദാഹരണത്തിന് ഈ പ്രപഞ്ചം എന്നുള്ളത് അതിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായ ആറ്റങ്ങൾ, അതുപോലെ തന്നെ കണങ്ങൾ, ഇവയൊക്കെ ആശ്രയിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ആശ്രയം നിലനിൽപ്പിന് വേണ്ടിയുള്ള ആശ്രയമാണ്. അതായത് ഒരു വസ്തു നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ സമാനമായ മറ്റൊരു വസ്തുവിനോട് ആശ്രയിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അതായത് ഈ മനുഷ്യൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ മനുഷ്യനോട് സമാന്തരമായ ഓക്സിജനുകൾ, അതില്ലാതെ മനുഷ്യനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുകയില്ല, അതിനെ ആശ്രയിക്കുന്നു. ഇതാണ് മൂന്നാമത് പറഞ്ഞതായ ആശ്രയം. നാലാമത്തേത് ഭൗതിക ഗുണങ്ങളെന്ന് പറയും. അതായത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു വസ്തുവിൻ്റെ കളറ്, അതുപോലെ തന്നെ വെയിറ്റ്, അതുപോലെ തന്നെ സൈസ്, ഇവയൊക്കെയും ഏതൊരു വസ്തുവിനും അതിനക്ക് ഒരു സൈസോ അല്ലെങ്കിൽ വെയിറ്റോ അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതെ ഉണ്ടാവൂല എന്നുള്ളത് നമുക്ക് ഏറെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്നത് ഈ പ്രപഞ്ചം എന്നുള്ളത് അനാദിയല്ല, അതിന് സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാണ്. ആ സൃഷ്ടാവ് എന്നുള്ളത് നമ്മുടെ ഖാലിഖായ റബ്ബാണ് എന്നതും വ്യക്തമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ സമർത്ഥിച്ചത് ഉണ്ടായ ഒരു പ്രപഞ്ചത്തെ പറ്റിയാണല്ലോ. അതിൻ്റെ കാരണങ്ങൾ സ്വയമാവാം, അതിൻ്റെ തന്നെ ഭാഗമാവാം, ഒരു പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള നെസസറി ബീയിങ് ആവാം. നമ്മളെ ചർച്ചാ വിഷയം പ്രപഞ്ചം അനാദിയാണോ എന്നുള്ളതാണ്. ഉള്ള പ്രപഞ്ചമാണെങ്കിൽ പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം അനാദിയായിട്ടുള്ളതാണെങ്കിൽ ഉള്ളതാണോ എന്നാണ് ചോദ്യം. അതിന് ഈ ഉത്തരം എങ്ങനെയാണ് ആയി വരിക? അഥവാ ഖദീമായിരുന്നോ പ്രപഞ്ചം? പ്രപഞ്ചം ഖദീമല്ല, ഹാദിസാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ അർളുകൾ, അതുപോലെ തന്നെ ജൗഹറുകളൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കളാണ്. ഇതൊക്കെയും ഹാദിസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ അറള് അതുപോലെ തന്നെ ജൗഹറൊക്കെ ഹാദിസാണെന്ന് പറയാൻ പറ്റും. അറളുകൾ എന്ന് പറഞ്ഞാൽ ചലനം, അതുപോലെ തന്നെ ചലനമില്ല ഇമ, അതേപോലെ തന്നെ കളറുകൾ, ഇതൊക്കെയും ഹാദിസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എങ്ങനെയാണ് ഇത് ഹാദിസാണെന്ന് പറയാൻ പറ്റുക? ഈ സുക്കൂത്തിൽ നിന്ന്, അതായത് അനക്കമില്ലായ്മയിൽ നിന്ന് ശേഷം ഒരു അനക്കമുണ്ടായാൽ അത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അറളുകളൊക്കെ ഹാദിസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അറളുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രപഞ്ചവും ഹാദിസാണെന്ന് പറയാൻ പറ്റും. ഇബ്നു സീന പോലത്തെ ഇസ്ലാമിക് കലാമ് കൊണ്ട് സംസാരിച്ച ആളുകളൊക്കെ ആലമ് ഖദീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആലമ് ഖദീമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? അനാദിയാണ്, പ്രപഞ്ചം അനാദിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിക് തിയോളജിയോട് എന്താണ് പ്രശ്നം ഉണ്ടാവുക? ചോദ്യം ക്ലിയർ ആയോ? നിങ്ങളിവിടെ സമർത്ഥിച്ചത് ആലമ് ഉള്ളതായിരുന്നില്ല, അറ്റമില്ലാത്തതായിരുന്നില്ല, അഥവാ അനാദിയായിരുന്നില്ല, സനാദിയാണ്, ഒരു സൃഷ്ടാവുണ്ട് എന്നാ. അപ്പോൾ ഇസ്ലാമിലുള്ള ചില ഹുക്കമാക്കൾ തന്നെ, ഹുക്കമായിനോട് ചേർന്ന് നിന്നവർ, അല്ലെങ്കിൽ ഹുക്കമാ ഒക്കെ പറയുന്നത് ആലമ് ഖദീമായിരുന്നു എന്നാണല്ലോ. അങ്ങനെ ആലമ് ഖദീമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം വരുന്നത്?
ചോദ്യം വ്യക്തമായോ? ആലമ ഖദീമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസശാസ്ത്രത്തോട് എങ്ങനെയാണ് എതിരാകുന്നത്? ഖദീമാണെന്ന് പറഞ്ഞാൽ സൃഷ്ടാവില്ല എന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമോ എന്നാണ് ചോദ്യം. സൃഷ്ടാവ് ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം അവനിലൂടെ ഇത് അള്ളാഹുവിനെ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ പ്രധാനമായും പറയുന്നത്. അപ്പോൾ അത് കദീമാവണമെങ്കിൽ, അതായത് കദീം എന്ന് പറയുമ്പോൾ മറ്റൊന്നിലേക്കൊന്നും ആശ്രയിക്കാതെ സ്വയം തന്നെ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ കദീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചത്തെ നമുക്ക് ഒക്കെ മനസ്സിലാകുന്നത് ഈ പ്രപഞ്ചത്തിലൂടെ നമുക്ക് സൃഷ്ടാവിനെ തെളിയിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ പ്രപഞ്ചം കദീമാണെങ്കിൽ നമുക്ക് തെളിയിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് റബ്ബ് ഇല്ല എന്ന വാദം വരും. ഓക്കെ, ഉത്തരം ശരിയായിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഊർജ്ജത്തെ ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റൂല എന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു വന്നതാണ്. ഈ ആശയം അനുസരിച്ചിട്ട് അപ്പോൾ പ്രപഞ്ചത്തെ ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്നൊരു ആശയം ധ്വനിപ്പിക്കുന്നില്ലേ? ഒന്നുകൂടെ ചോദ്യം പറയാം. സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചു വന്നതാണ്, എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ, ഊർജ്ജത്തെ ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ കഴിയുകയില്ല. അഥവാ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല, ഉള്ളതാവാനേ സാധ്യതയുള്ളൂ എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ആശയം നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നിട്ടുണ്ട്. അതിനോട് നിങ്ങൾ എങ്ങനെയാണ് റെഫ്യൂട്ടേഷൻ ചെയ്യുക? പറഞ്ഞത് ഇതൊക്കെ സ്വയം തന്നെ ഉള്ളതാണ് എന്നാ ഊർജം. അങ്ങനെ തിയറി നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് നമുക്ക് പുതുതായി ഒരു ഊർജത്തെ ഇവിടെ സൃഷ്ടിച്ചുണ്ടാക്കാൻ പറ്റൂല. മറിച്ച് എന്ത് ചെയ്യും, വൈദ്യുതോർജം ചിലപ്പോൾ കാന്തികോർജമായി മാറും. ഇപ്പം നിങ്ങൾ മൈക്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആ ശബ്ദം മൈക്കിലൂടെ വന്ന് ആംപ്ലിഫയറിലേക്ക് അത് വൈദ്യുതോർജമായിട്ടാണ് എത്തുന്നത്. ആംപ്ലിഫയറിൽ നിന്ന് അത് വൈദ്യുതോർജമായി മാറ്റുകയാണ്. ആ വൈദ്യുതോർജം പിന്നെ ബോക്സിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും ശബ്ദോർജമായി മാറുകയാണ്. ഇങ്ങനെ ഊർജങ്ങൾക്ക് രൂപമാറ്റം വന്നു ഭവിക്കുമെന്നല്ലാതെ ഒരു ഊർജത്തെ പുതുതായി ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂല. വെള്ളത്തിന്റെ ഊർജത്തെ കരണ്ടാക്കി മാറ്റുന്നുണ്ട്, ആ കരണ്ടിന്റെ ഊർജത്തെ നമ്മൾ പ്രകാശാക്കി മാറ്റുന്നുണ്ട്, പലതും ആക്കി മാറ്റുന്നുണ്ട് എന്നതല്ലാതെ പുതുതായി ഈ ലോകത്തൊരു ഊർജം സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഊർജശാസ്ത്രം പറയുന്നത്. അത് നമ്മുടെ ഇസ്ലാമിക വിശ്വാസത്തോട് എതിരാകുമോ? ആലം ഖദീമല്ല ഹാദിസാണ് എന്ന വാദത്തിനോട് എതിരാകുമോ? എതിരാകുന്നുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. ഇനി എതിരാകൂലെങ്കിൽ എങ്ങനെയാണ് എതിരാകാതിരിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ ഊർജം എന്ന് പറയുന്നത് സൂര്യനിലേക്ക് ആശ്രയിക്കുന്നുണ്ടല്ലോ. ഊർജ്ജം എന്നല്ല, ഈ പ്രപഞ്ചത്തിലെ ഒന്നും ഊർജ്ജ നിർദ്ദേശം. ഇപ്പോൾ ഇതൊരു നമ്മൾ ചലിക്കലൊരു ഊർജ്ജമാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ ഒരു ഊർജ്ജമായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും നമുക്ക് ഉണ്ടാക്കാനോ ഇല്ലാതെയാക്കാനോ കഴിയുകയില്ല എന്നാണ് ആ ഊർജ്ജശാസ്ത്രം അനുസരിച്ച് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ജീവിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേതെങ്കിലും രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അതുപോലെ ഈ ലോകത്തൊന്നും ഉണ്ടാകുന്നില്ല, അതിൻ്റെ ചേഞ്ച് വ്യത്യസ്ത രൂപങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. പുതുതായിട്ട് ഇവിടെ നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിന്നെ അള്ളാഹു താലാക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് വരുമോ? ഇല്ലാലോ. എന്തുകൊണ്ട് വരൂല? ആ ശാസ്ത്രം പറഞ്ഞത് ശരിയാണോ? ശാസ്ത്രം ഈ പറഞ്ഞ ആശയം ഒരാൾക്കും ഒന്നും ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല എന്ന് പറഞ്ഞത് ശരിയാണോ ശരിയല്ല? ശരിയല്ല. 50% നിങ്ങൾ പറഞ്ഞു, അതിന്റെ എക്സ്പ്ലനേഷൻ തരണോ?
സമയം കഴിഞ്ഞില്ലേ? ആ ടീമിന്റെ സമയം കഴിഞ്ഞോ? ചോദ്യം, നെക്സ്റ്റ് ചോദ്യത്തിന്റെ സമയം. പ്രപഞ്ചത്തിന്റെ ഒരു ഘടകം തന്നെ പ്രപഞ്ചത്തെ ഉണ്ടാക്കുക എന്ന ഒരു പോയിന്റ് പറഞ്ഞല്ലോ, അതൊന്നുകൂടെ വിശദീകരിക്കുക. അങ്ങനെ ആയാലും എന്താണ് അവിടെ, എങ്ങനെയാണ് സർക്കുലർ റീസണിങ് വരിക? അതായത് അതിനൊരു അറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു ചോദ്യം വരും, അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയുകയാണെങ്കിൽ ആ കാരണത്തെ എങ്ങനെ ഉണ്ടാക്കി എന്ന മറു ചോദ്യം വരും. അപ്പൊ അതിനിക്കും മറ്റൊരു കാരണമാണ് പറയുന്നതെങ്കിൽ അത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യം വരും. അപ്പോൾ ഒരു അറ്റമില്ലാതെ ഇങ്ങനെ ചോദ്യം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ ദൗറ് ഉണ്ടാകുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു നിരയായി നിൽക്കുന്നതായ തൂണുകളുണ്ട്, ആ തൂണുകളൊക്കെ വീഴുകയാണ്. അങ്ങനെ ആദ്യത്തെ തൂണിനോട് നാം ചോദിക്കുന്നു എങ്ങനെയാണ് വീണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ തൂണ് പറയും എൻ്റെ പിന്നിലുള്ളതായ തൂണാണ് വീണത് വീണത് കൊണ്ടാണ് ഞാൻ വീണത് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ഓരോന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും അവസാനമായിട്ടൊരു തൂണുണ്ടാകും. ആ തൂണിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ് നീ വീണത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിൽക്കായിരിക്കും അവസ്ഥ. അതുകൊണ്ട് പിന്നെ ലോകം പണ്ടേ ഉള്ളതല്ല, ഖദീമല്ല, ഹാദിസാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമാണ്, ഇവിടെ എല്ലാ വസ്തുക്കൾക്കും ചലന നിശ്ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചലന നിശ്ചലനം എന്ന് പറയുന്നത് പുതുതായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചലന നിശ്ചലനം ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോകത്തെ വസ്തുക്കളൊക്കെ ഹാദിസാണ്, ഖദീമല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ചലനം എന്ന് പറഞ്ഞ ഒരു വസ്തു ഒരു സ്ഥലത്ത് ഒരു സമയത്താവുകയും തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ പിന്നീട് ഒരു നിമിഷം മറ്റൊരു സ്ഥലത്താവുകയും ചെയ്യുന്നതിനാണ് ചലനം എന്ന് പറയുന്നത്. ഒരു വസ്തു ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ നിശ്ചലനം എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന വസ്തുക്കൾ ഖദീമാവാനുള്ള ഒരു സാധ്യതയില്ലേ? ഭൂമിയിൽ പ്രപഞ്ചത്തിൽ അങ്ങനെ ചില വസ്തുക്കൾ ഉണ്ടല്ലോ, തീരെ ചലിക്കാത്ത വസ്തുക്കൾ ഉണ്ടാവില്ല, അത് ഖദീമാവാൻ സാധ്യതയില്ലേ? ചോദ്യം ക്ലിയർ ആയില്ലേ? സുക്കൂന ഹറക്കത്ത് കുല്ലുമുത്തായിന് ഹാദിസ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ഈ ഹറക്കത്ത് എന്തുകൊണ്ട് എന്നുള്ളത് ഉസ്താദ് പറഞ്ഞു. സുക്കൂന് എന്തുകൊണ്ട് ഹാദിസാണ്, സുക്കൂനായി അടങ്ങാതെ നിൽക്കുന്ന ഒരു സംഗതി എന്തുകൊണ്ട് ഹാദിസാണ്? ഈ ഖദീം എന്നുള്ളത് അദമിനോട് എതിരാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഒന്നുകൂടി വിശദീകരിക്കണം, അതിന്റെ ബേസിക്ക പറഞ്ഞിട്ടുള്ളൂ. വിശദീകരിക്കുകയാണെങ്കിൽ അവിടെ മാർക്ക് തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.